ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പാടെ അവളുടെ ചേട്ടനെ നിയന്ത്രിക്കാൻ ഹീറോയിനെ കൊണ്ട് പറ്റൂ എന്ന് മനസ്സിലാക്കിയ ഇവൾ ഹീറോയിനോട് ചേട്ടനെ വിവാഹം ചെയ്യാൻ പറയുന്നു. സോ അവരെ ഒന്നിപ്പിക്കാനായിട്ട് ഹീറോയ്ക്ക് അവർ കുടിക്കുന്ന ഡ്രിങ്കൊക്കെ ഒഴിച്ചു കൊടുത്തു. ഹീറോയിൻ അവൻ്റെ റൂമിലെത്തിയപ്പോൾ ഹീറോ സ്വബോധം നഷ്ടപ്പെട്ട നിലയിലായിരിക്കും നിൽക്കുക. അവളുടെ ഡ്യൂട്ടി അവനെ നോക്കുക എന്നതാണ്. സോ ഒരു പാത്രം വെള്ളമെടുത്ത് അവൻ്റെ മുഖത്തെറിഞ്ഞു. എന്നാൽ പിറ്റേ ദിവസമായപ്പോൾ അവന് പനി പിടിച്ചിരിക്കുകയാണ്. ഹീറോയിനാകും ഹീറോയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. ഇവിടെ രണ്ടാനമ്മ ഹീറോയുടെയും ഹീറോയിൻ്റെയും ഹോസ്പിറ്റലിലുള്ള ചിത്രങ്ങളൊക്കെ അച്ഛനെ കാണിക്കുന്നു. അയാൾക്ക് തന്നെ അത്ഭുതം. ഹീറോ ഇങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നതിനാൽ അവൻ്റെ അച്ഛന് തീരെ പിടിക്കുന്നില്ല. ശേഷം അച്ഛൻ ഹീറോയെയും ഹീറോയിനും ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച മുത്തശ്ശിക്ക് കാണിക്കുന്നു. അവളെപ്പോലുള്ള ഒരു സാധാരണക്കാരിയെ എങ്ങനെ ഹീറോയ്ക്ക് ഇഷ്ടപ്പെട്ടു എന്നാകും മുത്തശ്ശി പറയുക. സോ അവൻ്റെ കാര്യത്തിൽ വേഗം ഒരു തീരുമാനം കൈക്കൊള്ളാനായിട്ട് പറയുന്നു. എന്നിട്ട് മുത്തശ്ശി ഹീറോയും ഹീറോയിനും വിളിച്ചു വരുത്തുന്നു. ഹീറോയുടെ വിവാഹകാര്യം ഉറപ്പിക്കാനായിട്ട് ഈ വിളിയെന്ന് അവൻ്റെ ഫ്രണ്ട് വിളിച്ചു പറഞ്ഞതിനാൽ ഹീറോയിനെ കൂട്ടിയിട്ടായിരിക്കും മുത്തശ്ശിയുടെ വീട്ടിലെത്തുക. പക്ഷെ അവനോടൊപ്പം നിന്നാൽ ഇരട്ടി ക്യാഷ് നൽകാം എന്ന് ഹീറോയിനോട് പറഞ്ഞിരുന്നു. പക്ഷെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ മുത്തശ്ശി പറയുന്നത് അവനിൽ നിന്ന് പോകാനായിട്ട് എത്ര വേണം 1 മില്യൺ കാർഡ് നൽകിയിട്ട് അവൾ അത് വാങ്ങാൻ പോയെങ്കിലും ഹീറോ ആ കാർഡ് തട്ടിയെടുത്ത് അവൾ തന്നെയാണ് എൻ്റെ ഭാര്യയാകാൻ പോകുന്നതെന്ന് പറഞ്ഞ് ആ കാർഡ് അവൻ്റെ പോക്കറ്റിലിട്ടു. അവളുടെ കൈ പിടിച്ച് എനിക്ക് തീരുമാനം എടുക്കാനുള്ള പ്രായമായി എന്ന് പറയുകയാണ്.